അപ്പോൾ ഒന്നാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് യേശു ഉണ്ട്. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരംഭ സഭയുടെ ദൂത, എഫെസോസ് സഭയുടെ ദൂത ആ സഭയോട് പറയുകയാണ്, സഭയുടെ നടുക്ക് വെറുതെ കർത്താവ് നിൽക്കുകയല്ല, അവിടെ വായിക്കുന്നത് സഭയുടെ നടുവിൽ നടക്കുന്ന. രണ്ടാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കാം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട്, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം സഭയുടെ നടുക്ക് വെറും സ്റ്റാച്ചു ആയിട്ട് അവിടുന്ന് നിൽക്കുകയല്ല, നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ആശയം എത്രയേ ഉള്ളൂ, വെറും ഒരു പ്രതിമയല്ല യേശു, അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് അവിടെ എവിടെയും കൊണ്ട് ആവശ്യമില്ലാത്തൊന്നും കാട്ടിക്കൂട്ടി വെക്കരുത്. ആമേൻ, സ്തോത്രം. അനങ്ങാതെ അവിടെ ഇരുന്നോണം. വർഷത്തിൽ ഞങ്ങൾ വരും, അത് തുറന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തുകൊണ്ട് പൊക്കോളും. അവിടെ നിന്നോണം. ഒത്തങ്ങ് ഞങ്ങൾ അടുത്ത കൊല്ലം ഒന്ന് പെയിന്റ് അടിക്കാം. അത് കമ്മിറ്റി കൂടി പായൽ പിടിച്ച യേശു. എന്തോ യേശുവാ? പായൽ യേശു. ഇവിടെ പായൽ എന്നാണോ പറയുന്നത്? പാസി. പാസ് പിടിച്ച യേശു. സ്തോത്രം. പറന്നു പോയ കാക്ക കാഷ്ടിച്ച യേശു. പിന്നെ ഇപ്പം ചിലയിടത്ത് യേശുവിൻ്റെ മേളിൽ കാന്തമൊക്കെ വെച്ചിരിക്കുക. അതെന്തിനാ? യേശുവിന് ഇടി ഏക്കാതിരിക്കാൻ. ശൗമേൻ്റെ പുസ്തകം 2:10 വായിക്കുന്നത് യേശു ആ ഇടി വെട്ടിക്കുന്നത്. അങ്ങനെ അപ്പോൾ യേശുവിന് ഇടിയാച്ചേക്കാൻ. ചുമ്മാ നീ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും കൊണ്ട് അത് ഇതെല്ലാം കൊണ്ട് വെച്ച് വണ്ടിയെ പോകുന്നതിനും വഴിയിൽ പോകുന്നവരെല്ലാം അങ്ങനല്ല. ഒരു പ്രതിമയരുതെന്നാ പുസ്തകം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെറും ഒരു പ്രതിമയല്ല, സ്റ്റാച്ചു അല്ല, അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രി കൂടപ്പെടുന്ന ജനത്തിന്റെ നടുവിൽ നടകൊള്ളുന്നവനായ യേശു. പ്രൈസ് ദി ലോർഡ്. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം, വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. ആമേൻ. മാറിടാത്തവൻ സത്യവാ. നടുവിൽ നടക്കും രാജരാജൻ വരുന്നു വേഗം, വാനമേഘ പറന്നു പോവാൻ ഒരുങ്ങി നിന്നിടാ. മാറിടാത്തവൻ സത്യവാ. മാറിടാത്തവൻ സത്യവാ. നിത്യജീവൻ നിത്യസേകം തന്നുവല്ലോ. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസേകം തന്നുവല്ലോ. സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. ക്രിസ്തുലനാം യേശുവിന് നിർമ്മലനാം കർത്താവിന് നീയോടെ കീർത്തിച്ചിടുന്നു. ക്രിസ്തുലനാം യേശുവിന് നിർമ്മലനാം കർത്താവിന് നീയോടെ കീർത്തിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിക്കുന്നു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു സഭയുടെ നടുക്ക്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന അവിടുത്തെ നാമത്തിൽ കൂടി വരുന്ന ദൈവകുഞ്ഞുങ്ങളുടെ നടുവിൽ കൂടെ അവിടുന്ന് നടകൊണ്ടുകൊണ്ടിരിക്കുക. അതെ, ഓടിച്ചങ്ങ് നിർത്താം. ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, നാളെ നമുക്ക് ഇച്ചിരി ഏറെ സമയം വചനം ധ്യാനിക്കണം. നിങ്ങളുടെ മുഖം അങ്ങോട്ട് തെളിയുന്നില്ല. അതോ ഇന്നലെ ഇങ്ങനെ ആയിരുന്നോ? സ്തോത്രം.
ആട്ടെ, എന്നാലും വന്നിരുന്ന് തരുന്നല്ലോ വലിയ കാര്യം. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് പുള്ളി അല്പം വൈകി വന്നു, മിക്കവാറും ഇനി എപ്പോഴാണ് നിർത്തുന്നെന്നുള്ള ചിന്തയായിരിക്കും. കൃത്യസമയത്ത് യോഗം നിർത്തും, ഭാരപ്പെടുകയൊന്നും വേണ്ട. അപ്പം ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിൽ കൂടെ നടകൊണ്ടുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ ആയത്തിൽ സഭയുടെ നടുക്ക് യേശു, രണ്ടാമത്തെ ആയത്തിൽ സഭയുടെ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ആയത്തിന്റെ 20 വന്നപ്പോൾ കർത്താവ് സഭയ്ക്ക് അകത്തുമില്ല, നടുവിലുമില്ല, പിറകിലുമില്ല, നടക്കുന്നുമില്ല. കർത്താവ് സഭയ്ക്ക് പുറത്ത്. അവിടുന്ന് സഭയുടെ പുറത്ത് നിന്ന് കടകിന് മുട്ടുക, വാതുക്കൽ നിന്ന് മുട്ടുന്നു. അതെന്താ കർത്താവ് സഭയ്ക്ക് പുറത്ത് പോകാൻ കാരണം? സഭയ്ക്ക് പുറത്ത് പോകാൻ കാരണം സഭയ്ക്ക് അകത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രവണത കൊണ്ടാണ് യേശു ഇപ്പൊ സഭയ്ക്ക് പുറത്ത്. അതുകൊണ്ടാ നടുവിൽ കൂടെ നടന്നുകൊണ്ടിരുന്നവനല്ലയോ യേശു. ഇപ്പൊ നടുവിലുമില്ല, നടക്കുന്നുമില്ല, പുറകിലുമില്ല, അകത്തുമില്ല, കർത്താവ് പുറത്താ. അതന്നെ അകത്ത് നടന്നുകൊണ്ടിരുന്ന യേശു ഇപ്പൊ പുറത്ത് പോകാൻ കാര്യം. എല്ലാ ഭാഗവും എടുക്കുന്നില്ല, നമ്മൾ എടുത്ത വാക്യത്തിൽ വരണം. 1-2 കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കാം. സഭയുടെ പുറത്ത് യേശു പോകാൻ കാര്യം ഒന്ന്, ആദ്യ സ്നേഹമില്ല. ആദ്യ സ്നേഹം ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് സഭയ്ക്ക് വെളിയിൽ. ബോർഡൊക്കെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, പിന്നെന്തുവാ ഇവിടെ ഈ ഏരിയ കൃപാസനം, ദ പെന്തക്കോസ്റ്റ് മിഷൻ, പിന്നെ വേറെ ഏതൊക്കെയാ, ഫുൾ ഗോസ്പല്. പിന്നെ ഈ ഏരിയയിലുള്ളത് പറയാം, ഞങ്ങളുടെ ഏരിയയിലുള്ളത് ഞാൻ പറയാം, ഈ ഏരിയയിലുള്ളത് പറയാം. ആദി പെന്തക്കോസ് അകത്ത് കർത്താവില്ല. പിന്നെ എലീം, ഏലി, എലിയും പാറ്റായും ഒക്കെ കാണും. യേശു അകത്ത് ഇല്ല. IPC നല്ല ബോർഡാ, യേശു അകത്ത് വേണം. അസംബ്ലീസ് ഓഫ് ഗോഡ് നല്ല ബോർഡാ, യേശു അകത്ത് വേണം. യേശു അകത്ത് വേണമെങ്കിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. 2 വിശ്വാസി തമ്മിൽ കണ്ട ഹല്ലേലൂയ. ഇപ്പൊ മിണ്ടുകയല്ലോ, മിണ്ടത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആദരണീയ കർത്തദാസന്മാർ എഴുന്നേറ്റ് കൈ തന്നു. എഴുന്നേക്കണ്ടെന്നാലും കൈ തന്നു, അവർ ബഹുമാനിച്ചതാ. ചില ഇടങ്ങളിൽ ചെന്ന പാസ്റ്റർമാർ തമ്മിൽ മിണ്ടുകയല്ലോ. 2 കൂട്ടരും പ്രസംഗിക്കുന്ന വിഷയം അഗാപ്പെ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിരിക്കുക, മിണ്ടുകയല്ല. വിഷയം ആകപ്പേയ, അതാണ് ആകപ്പേ. സബ്ജക്റ്റ് അകപ്പേ. പിന്നെ വിളിക്കുക, യോഗം കഴിഞ്ഞ് വിളിക്കാന്ന് പറയാം. യോഗം കഴിഞ്ഞ് പറയാന്ന്. കർത്താവ് സഭയ്ക്ക് അകത്ത് വേണമെങ്കിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. 2 വിശ്വാസി തമ്മിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. സഭയോട് ആദിമ സ്നേഹം ഉണ്ടായിരിക്കണം. ശുശ്രൂഷകരോടും ശുശ്രൂഷകൻ വിശ്വാസികളോടും ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. സ്തോത്രം. ആദ്യ സ്നേഹമില്ലെങ്കിൽ കർത്താവ് അകത്ത് നിൽക്കത്തില്ല, വെളിയില്ല. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയൊന്നൊരു കുറവു കർത്തൻ കാണുന്നല്ലോ. ലൗകിക സുഖങ്ങളും ശാശ്വതമല്ല എന്ന് താതനരുളിടുന്നു. ലൗകിക സുഖങ്ങളും ശാശ്വതമല്ല എന്ന് താതനരുളിടുന്നു. ചിലർ നിന്നയ്ക്കും പോലെ കർത്തനുടെ വരവ് ഒട്ടും താമസിക്കില്ലിനിയും. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. പാപികൾ മനം തിരിഞ്ഞിടുവാനായി ക്ഷമ കാട്ടിടുന്നതേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് സഭയ്ക്ക് വെളിയിൽ നിന്ന് മുട്ടുക. വെളിയിൽ പോകാൻ ഒരു കാരണം, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്ത് ഇല്ല. പല സഭയ്ക്കും ബോർഡ് ഉണ്ടെന്നേ ഉള്ളൂ, യേശു അകത്തില്ല. കാരണം ആദ്യ സ്നേഹമില്ല.
രണ്ട് വിശ്വാസി തമ്മിൽ കണ്ടാൻ വേണ്ടി ഈ വലിയ വലിയ ചർച്ചിലൊക്കെ നിങ്ങൾ ആരൊക്കെയാ വരുന്നെന്ന് പോലും അറിയാൻ മേല, അറിയത്തില്ല. ചില ചോദിക്കും നിങ്ങൾ എവിടാ കൂടുന്നത്? ഞങ്ങൾ ഇന്നെടുത്താ. അയ്യോ ഞങ്ങളും അവിടാ. നിങ്ങൾ എത്ര നാൾ കൊണ്ട് അവിടെ കൂടുക? ഞങ്ങൾ 8 കൊല്ലമായിട്ട് അവിടെ. നിങ്ങളോ? ഞങ്ങൾ 13 കൊല്ലമായിട്ട്. പക്ഷെ തമ്മിൽ അറിയാൻ മേല. എന്തിനിങ്ങനെ ആളെല്ലാം കൂടെ കൂടി ഓളം ഉണ്ടാക്കുന്നത്? 5 പേരെ ഉള്ളെങ്കിലും അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. സ്തോത്രം. ഒരു വീട്ടിൽപ്പെട്ടവർക്ക് അന്യോന്യം മിണ്ടാനും മേലെ സ്നേഹിക്കാനും മേലെ എങ്ങനെ ആ വീട്ടിൽ താമസിക്കും? സ്തോത്രം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ യേശു അകത്ത് കാണും. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയേണ്ടതുണ്ട്. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടും നാളെ രാത്രി യോഗം ഉള്ളത് കൊണ്ടും പിന്നെ വേറൊരു ശബ്ദം ഇങ്ങനെ വല്ലാതെ ആകുന്നത് കൊണ്ടും അധികം പറയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു സഭയ്ക്ക് അകത്ത് വേണം. അകത്ത് വരണമെങ്കിൽ ദൈവസഭ ആദ്യമ സ്നേഹത്തിൽ നിലനിൽക്കണം. 2, യേശു സഭയ്ക്ക് പുറത്ത് പോകാൻ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അധ്യായം പഠിച്ചു വരുമ്പോൾ നിക്കലോവിയ ഉപദേശക്കാർ സഭയ്ക്കകത്ത് കയറി. നിക്കലോവിയ ഉപദേശം എന്തുവാ ഈ നിക്കലോവിയ ഉപദേശം? നിങ്ങളാണ്ട വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം, അതിലെ 15-ാമത്തെ വാക്യം വായിച്ചേ. 14-ാമത്തെ വാക്യം, 14-ഉം 15-ഉം. வேசித்தனம் பண்ணுவதற்கும் ஏதுவான இடரலை இஸ்ரவேல் புத்திரர் முன்பாக போடும்படி பாலாக் என்பவனுக்கு போதனை செய்த பிலேயாமுடைய போதகத்தை கைக்கொள்கிறவர்கள் உன்னிடத்தில் உண்டு. அப்படியே நிக்கோலாய் மதஸ்தருடைய போதகத்தை கைக்கொள்கிறவர்களுം உன்னிடத்தில் ഉണ്ട്. அதை நான் വെറുக்கிறேൻ. അപ്പൊ അവിടെ ഈ 14-15 വാക്യത്തിൽ 2 കാര്യമാണ്. ഒന്ന് ബിലയാമിന്റെ ഉപദേശം, 2 നിക്കലോവിയ ഉപദേശം. ഈ 2 ഉപദേശം സഭയ്ക്കകത്ത് കയറി. ഈ 2 ഉപദേശം സഭയ്ക്കകത്ത് കയറിയത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്തില്ല. കൗൺസിൽ കൂടുന്നുണ്ട്, സഭയ്ക്ക് സെക്രട്ടറി ഉണ്ട്, സഭയ്ക്ക് ട്രഷറർ ഉണ്ട്, സഭയ്ക്ക് കമ്മിറ്റി ഉണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് കർത്താവ് മാത്രം. 10 മണിയാകുമ്പോൾ കമ്മിറ്റിക്കാർ വന്നു, സെക്രട്ടറി വന്നു, പാസ്റ്ററും ഉണ്ട്, കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് കർത്താവ്. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ പറഞ്ഞോട്ടെ, ചൂടെ സംസാരിച്ചോട്ടെ എന്ന്. അല്ല, നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലാതിരിക്കുന്നു. സ്തോത്രം. കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ ഒന്നാമത്തെ കാര്യം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. 2, കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ കാര്യം ബിലയാമിന്റെ ഉപദേശവും നിക്കലോവിയ ഉപദേശവും പിടിച്ചിരിക്കുന്നവർ ഇപ്പോൾ സഭയ്ക്കകത്തുണ്ട്. എന്തുവാ ഈ ബിലയാമിന്റെ ഉപദേശം? അത് ഒത്തിരി പറയാനുണ്ട്. ബിലയാമിന്റെ ഉപദേശം വന്ന് ബിലയാം ശപിക്കാനായിട്ട് വന്നതാ. പക്ഷേ അനുഗ്രഹത്തിന്റെ വചസ വായി കൊടുത്തത്. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാതെ കൊണ്ട് വിവരിക്കണ്ട. ഒടുവിൽ പുള്ളി പോകാൻ നേരത്ത് ഒരു പൂള് വെച്ച് പോയി. ഇവര് വേർപാടും വിശുദ്ധിയും കാത്തു നിൽക്കുന്നവരാ. വേർപാടും വിശുദ്ധിയും നശിപ്പിച്ചാൽ മതി. അതാ ബിലയാമിന്റെ ഉപദേശം. അതുകൊണ്ട് ആ 106-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം കിടപ്പുണ്ട്. വായിച്ചേ. സങ്കീർത്തനം 106-ന്റെ 28-ാമത്തെ വാക്യം. ആ താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് ഏറ്റവും മേളിൽ പഴയ ബൈബിളില് 106-ന്റെ 28. അവൻ ഇരുളയച്ച് ദേശത്തെ ഇരുട്ടാക്കി. 106-ന്റെ 20, അത് 107 ആയിരിക്കും. അത് 106-ന്റെ 28. അനന്തരം അവർ ബാൽപയോരിനോട് ചേർന്നു പ്രേതങ്ങൾക്ക് ബലികളെ തിന്നു. അനന്തരം അവർ ബാൽപയോരിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. സ്തോത്രം. ബാൽപയോർ എന്ന് പറഞ്ഞ ബിലയാം. മെസൊപ്പൊത്താമിയയിലെ പദോറിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാം. അതാണ് ബാൽപയോർ. ബാൽപയോരിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഒരു ഉപദേശം അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അന്യജാതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശ് കിടക്കുന്ന ദൈവ പൈതൽ ആവിധ അനുഭവത്തിലുള്ള വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും. അല്ലാതെ പഠിക്കാൻ പോയപ്പോൾ അവിടെ കണ്ണും കയ്യും കാണിച്ച്
അല്ലെ ജോലി സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ണും കയ്യും കാണിച്ചേ ഇണക്കിക്കൊണ്ട് വന്നൊരു ബന്ധം കൂടാൻ വേദപുസ്തകം അനുശാസിക്കുന്നില്ല. കാമുകയായവളോ ജീവിച്ചിരിക്കെ തന്നെ